ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടായതിന് ശേഷം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായി വരുന്ന സമയത്ത് 4-5 സ്ട്രിപ്പ് പട്ട, 5-6 ഏലയ്ക്ക, ഒരു 6-7 നമ്മുടെ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ഇവിടെ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുന്തിരി നല്ലപോലെ ഒന്ന് പൊന്തി വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം സൈസിലുള്ള 2 സവോള പൊടിയായിട്ട് അരിഞ്ഞതും 5-6 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ലപോലെ വഴന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലോട്ട് തക്കാളിയാണ് ചേർക്കേണ്ടത്. അപ്പം നീളത്തിൽ അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ ഉടഞ്ഞു വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ വഴറ്റാം. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഓർമ്മയില്ലാതെ ചേർത്ത് കൊടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ഓവറായിട്ട് മഞ്ഞായി പോകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ മസാല ഇടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിലോട്ട് പുതിനയില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കണ്ടൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ചിക്കൻ വേവിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ ചിക്കനിലെ വെള്ളം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിലെ വെള്ളമൊക്കെ ഒരുപാട് ഇറങ്ങി വന്നിട്ട് അത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഈ അരി ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അരി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ എനിക്കൊരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേവാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു റൈസിന് പകരം ജീരകശാല റൈസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.